Hello friends, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആൻഡ് ഡിലിഷ്യസ് പ്രോൺസ് റെസിപ്പി ആയിട്ടാണ്. പ്രോൺസ് ഫ്രൈഡ് റൈസ് ആണ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 300 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് സ്മോൾ പീസസായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തൊന്ന് മൂടി വെക്കാം. വെള്ളം തിളച്ച് വന്നതിന് ശേഷം കഴുകി വാർത്ത് വെച്ച അരി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. വേറൊരു പാത്രം എടുത്ത് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രൗൺസ് ആഡ് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. സെയിം പാനിൽ തന്നെ 2 ബീറ്റൻ എഗ്സ് ആഡ് ചെയ്ത് ചിക്കിയെടുക്കാം. സെയിം പാനിൽ 1/4 കപ്പ് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഓണിയൻ എന്നിവ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ സോയ സോസും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പ്രൗൺസും എഗ്സും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കുക്ക് ചെയ്ത റൈസ് ആഡ് ചെയ്യാം. റൈസ് ആഡ് ചെയ്തതിന് ശേഷം കൈയിലുകൊണ്ട് കൂടുതൽ ഇളക്കാതെ ഇങ്ങനെ ചെയ്തെടുക്കാം. ടേസ്റ്റി പ്രോൺസ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും ഒരു റെസിപ്പിയായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.